എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് സാരഥി ഏതർ ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂം റാങ്കൂളാണ് വർക്ക് ചെയ്യുന്നത്. സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്, പ്രോഡക്റ്റ് സ്പെഷ്യലിസ്റ്റാണ്. നമുക്ക് ഏതറിന് നമ്മുടെ ഏതർ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡാണ്. ഓൾമോസ്റ്റ് 2015 നമ്മൾ ഫസ്റ്റ് വണ്ടി ലോഞ്ച് ചെയ്തു. അത് 450 എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ അങ്ങോട്ട് ഓരോ ഗ്രോത്ത് വന്നു പല മോഡൽസ് ഇറക്കിയിട്ട് പുതിയ വണ്ടി ഇറങ്ങി. നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ ഇന്ത്യയിൽ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡാണ് ഏതർ. ഏതറിന് നമുക്ക് 2 മോഡലേ ഉള്ളൂ നിലവിൽ. ഇപ്പം അത് പല വേരിയൻസ് ഉണ്ട്. ഫസ്റ്റ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതറിന്റെ 450 എന്ന മോഡലുണ്ട്. ഇതാണ് 450. പിന്നെ സെക്കൻഡ് മോഡൽ എന്ന് പറയുമ്പോൾ റിസ്റ്റ എന്ന മോഡലുണ്ട്. ഇത് റിസ്റ്റ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾമോസ്റ്റ് 2 വർഷമായി ഈ വണ്ടി നമുക്ക് റിസ്റ്റ ലോഞ്ച് ചെയ്തിട്ട്. റിസ്റ്റയ്ക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 മോഡൽ വരുന്നുണ്ട്. ബേസ് മോഡൽ, മിഡ്, ടോപ്പ്. ബേസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നോർമൽ വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം ചെറിയ ലോക്കൽ ഓട്ടം കേരളത്തിൽ ഉള്ളവർക്ക് പറ്റിയ മോഡലാണ് ബേസ് മോഡൽ. ബേസ് മോഡൽ പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഈ വണ്ടിയാണ് ബേസ് മോഡൽ. ഇതാണ് നമുക്ക് ബേസ് മോഡൽ. നമുക്ക് ബേസ് മോഡലും ടോപ്പ് മോഡലും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബേസ് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് ടൈപ്പ് മീറ്റർ ആണ് വരുന്നത്. നമുക്ക് ഇതാണ് വണ്ടിയുടെ മീറ്റർ വരുന്നത്. നോക്കാം, നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ബ്ലാക്ക് ടൈപ്പ് മീറ്റർ ആണ് വണ്ടിയിൽ വരുന്നത്. നമുക്ക് കട്ട ടൈപ്പ് ആയിരിക്കും നമുക്ക് ബേസ് മോഡലിൽ ചാർജ് കാണിക്കുന്നത്. നമുക്ക് അത്യാവശ്യമുള്ള ബേസ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വണ്ടിയിലുണ്ട്. നമുക്ക് ഇപ്പം നമുക്ക് പിന്നെ മാപ്പ്, ടച്ച് ഡിസ്പ്ലേ അങ്ങനെ ഒന്നും കിട്ടത്തില്ല. അത്യാവശ്യം നമുക്ക് ലോക്കൽ ഓട്ടത്തിന് പറ്റിയ മോഡലാണ് ബേസ് മോഡൽ. നമുക്ക് ബേസ് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1.44 അടുത്ത് ഓൺ റോഡ് വില വരുന്നുണ്ട്. നമുക്ക് 100 കിലോമീറ്റർ നമുക്ക് റോഡിൽ കിട്ടും. കമ്പനി 125 വരെ. പിന്നെ നമുക്ക് ഈ ബേസ് മോഡലിന്റെ റേഞ്ച് കൂടി വേണ്ടിയുണ്ട്. അതാകുമ്പോൾ നമുക്കൊരു 1.68 അടുത്തോളം ഓൺ റോഡ് വരുന്നുണ്ട്. നമുക്ക് 125 കിലോമീറ്റർ റോഡിൽ കിട്ടും. കമ്പനി 159 വരെ. ഈ 2 മോഡലിന്റെ വ്യത്യാസം വെച്ചാൽ റേഞ്ചിലും വ്യത്യാസമുണ്ട്, ബാറ്ററിയിലും വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഈ ബേസ് താഴ്ന്ന വണ്ടി വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 2.7 കിലോവാട്ട് ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഈ റേഞ്ച് കൂടി വണ്ടി വരുമ്പോൾ 3.7 കിലോവാട്ട് ബാറ്ററി വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ സ്പേസ് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 34 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. നമുക്ക് ബേസ് മോഡൽ ഓൾമോസ്റ്റും 34 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഈ റിസ്റ്റ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് വണ്ടി കാണാനും എല്ലാം സെയിം ആണ്, സ്പേസും എല്ലാം സെയിം ആണ്. ഫീച്ചേഴ്സ് എല്ലാം അങ്ങോട്ട് കൂടെ വ്യത്യാസം വരുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 34 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് സ്പേസ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 34 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. 2 ഹാഫ് ഐസ് ഹെൽമെറ്റ് വെക്കാം. പിന്നെ ഇതാണ് നമുക്ക് ബേസ് മോഡലിൽ ചാർജർ വരുന്നത്. ഇതാണ് നമുക്ക് ചാർജർ വരുന്നത്. 375 വാട്ട് ചാർജറാണ്. ഓൾമോസ്റ്റ് ഒരു 5 മണിക്കൂർ അടുത്ത ടൈം എടുക്കും ചാർജ് കയറാൻ വേണ്ടി. പിന്നെ ബേസ് റേഞ്ച് കൂടി വണ്ടിക്ക് ഓൾമോസ്റ്റ് 700 വാട്ട്സ് ചാർജ് വരുന്നുണ്ട്. അത് വലിയ ചാർജറാണ്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. നമ്മൾ ഇപ്പൊ പറഞ്ഞത് റിസ്റ്റ എസ് ബേസ് മോഡലിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞത്. ബേസ് മോഡൽ നമുക്ക് ഓൾമോസ്റ്റ് 4 കളേഴ്സ് വരത്തുള്ളൂ. ഫുൾ വൈറ്റ്, ഫുൾ ഗ്രേ, ഫുൾ റെഡ്, ഫുൾ ബ്ലൂ. 4 കളേഴ്സ് വരുത്തുള്ളൂ. അടുത്ത മോഡൽ എന്ന് പറയുമ്പോൾ റിസ്റ്റ ഇസഡ് എന്ന് പറഞ്ഞ മോഡലാണ്. റിസ്റ്റ ഇസഡ് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഇതാണ് റിസ്റ്റ ഇസഡ്. റിസ്റ്റ ഇസഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കളർ ഓപ്ഷൻസ് കൂടുതലുണ്ട്. ഓൾമോസ്റ്റ് 7 കളേഴ്സ് അടുത്ത് വരുന്നുണ്ട്. നമുക്ക് അതിനകത്ത് തന്നെ ഫുൾ വൈറ്റ്, ഫുൾ ഗ്രേ, ഫുൾ ബ്ലൂ, ഫുൾ റെഡ്, വൈറ്റ് മഞ്ഞയുണ്ട്, വൈറ്റ് പച്ചയുണ്ട്, വൈറ്റ് നീലയുണ്ട്, വൈറ്റ് റെഡ് ഉണ്ട്. കുറെ കളേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് 8 കളേഴ്സ് അടുത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതാകുമ്പോൾ റിസ്റ്റ ഇസഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സ് ഓറിയന്റഡ് ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം ഓട്ടോ ഉണ്ട്, കുറച്ച് ഫീച്ചേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയ ഓപ്ഷൻ ആയിരിക്കും റിസ്റ്റ ഇസഡ്. റിസ്റ്റ ഇസഡിൽ നമുക്ക് ഓൾമോസ്റ്റ് 2 ഓപ്ഷൻ വരുന്നുണ്ട്. 2.7 കിലോവാട്ട് ബാറ്ററി വരുന്നുണ്ട്, 3.7 കിലോവാട്ട് ബാറ്ററി വരുന്നുണ്ട്. 2.7 കിലോവാട്ട് ബാറ്ററി വരുന്ന റിസ്റ്റ ഇസഡിന്റെ മോഡൽ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.64 അടുത്ത് ഓൺ റോഡ് വരുന്നുണ്ട്. നമുക്ക് 100 കിലോമീറ്റർ ഇവിടെ കിട്ടും. കമ്പനി 125 ഐഡിസ് വരുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് കൂടുതലായിരിക്കും. നമുക്കൊരു കളർഫുൾ TFT ടച്ച് ഡിസ്പ്ലേ ആണ് റിസ്റ്റ ഇസഡിൽ വരുന്നത്. ഇൻ ബിൽഡ് മാപ്സ് ഉണ്ട്. നമുക്ക് മാപ്സ് ഉള്ളതുകൊണ്ട് സെർച്ച് ചെയ്ത് ലൊക്കേഷൻ ഇട്ട് പോകാം. പിന്നെ പെർസെന്റേജ് ടൈപ്പ് ചാർജ് ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ മഴയത്ത് സ്കിഡ് ആയിട്ടുള്ള സ്കിഡ് കൺട്രോൾ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് ലൊക്കേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ വേറെ ഫീച്ചർ ഉണ്ട്, റീജനറേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ആക്സിഡന്റ് കൊടുത്ത് പോകുമ്പോൾ ആക്സിഡന്റ് മുമ്പോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്ലോലി ബ്രേക്ക് അടിക്കാൻ നിൽക്കും. ആ ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ ഓപ്റ്റിമൈസ് ചാർജ് ഫീച്ചർ ഉണ്ട്. രാത്രി സമയം കുത്തി ഇട്ട് കഴിഞ്ഞാൽ ഓവറായിട്ട് ചാർജ് കയറായിട്ടുള്ള ഫീച്ചർ ഉണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ആയിട്ടുള്ള വണ്ടിയാണ് റിസ്റ്റ ഇസഡ്. റിസ്റ്റ ഇസഡ് 2.7 വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1.64 അടുത്ത് ഓൺ റോഡ് വരുന്നുണ്ട്. നമുക്ക് 100 കിലോമീറ്റർ റോഡിൽ കിട്ടും. കമ്പനി 125 ഐഡിസ് വരെ. പിന്നെ ഇതിന്റെ ടോപ്പ് മോഡലുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.87 അടുത്ത് ഓൺ റോഡ് വരും. നമുക്കൊരു 125 കിലോമീറ്റർ റോഡിൽ കിട്ടും. കമ്പനി 150 ഐഡിസ് വരെ. ഇതാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. നമുക്ക് റിസ്റ്റ ഇസഡിൽ ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. അത് എസ് മോഡലിൽ കിട്ടത്തില്ല. പിന്നെ ലൈറ്റ് ഫുള്ള് LED ആണ്. നമുക്ക് ഫ്രണ്ട് ലൈറ്റ് LED ആണ്, ബാക്ക് ലൈറ്റ് LED ആണ്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED ആണ് വരുന്നത്. പിന്നെ നമുക്ക് ടയർ നമുക്ക് ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. MRFന്റെ ടയറാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും മാറാം. ഇവിടെ എല്ലാം കിട്ടും. ഇതാണ് അത്യാവശ്യം നമുക്ക് റിസ്റ്റ ഇസഡിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ചാർജിംഗ് പോർട്ട് വരുന്നത് ഇവിടാണ്. നമ്മുടെ എല്ലാ വണ്ടിയുടെയും ചാർജിംഗ് പോർട്ട് വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ചാർജിംഗ് പോർട്ട് വരുന്നത്. നമുക്ക് ക്യാബിൻ കാര്യങ്ങളൊക്കെ കൊണ്ട് അടച്ചിടാം.
പിന്നെ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്, ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴെ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്കൊരു വലിയൊരു ഫാമിലി യൂസ് വണ്ടിയാണ് റിസ്റ്റ ഇസെഡ്. നമുക്ക് റിസ്റ്റ ഇസെഡിന്റെ മീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു മീറ്റർ ആണ് വരുന്നത്. കളർഫുൾ TFT ടച്ച് ഡിസ്പ്ലേ ആണ്. നമുക്ക് മാപ്പ് ഉണ്ട്, ഇൻബിൽട്ട് നമുക്ക് മാപ്സ് ഇട്ട് പോവാം. ഈ മാപ്പ് നമുക്ക് 3 വർഷത്തിന് ഫ്രീ ആണ്. പിന്നെ നമുക്ക് ചെറിയ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരും. വണ്ടിക്കകത്ത് ഒരു സിം ഉണ്ട്. ആ സിം ഉള്ളതുകൊണ്ട് നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി നടക്കും, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് പെർസെന്റേജ് ടൈപ്പ് ചാർജ് കാണിക്കും. ഫോണിൽ കാണിക്കുന്ന സെയിം ഇത് നമുക്ക് അത് വെച്ച് നമുക്ക് കുത്തിയിട്ടാൽ മതി. 2 മോഡുണ്ട്, റൈഡിംഗ് മോഡ് ഉണ്ട്. മോഡ് ചേഞ്ച് ചെയ്യുന്ന ഇവിടെയാണ്, ഈ ഓപ്ഷനിലാണ് മോഡ് ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിൽ എക്കോ മോഡായി, ഇങ്ങോട്ട് കഴിഞ്ഞാൽ എക്കോ മോഡായി. ഒന്നുകൂടെ വലത്തോട്ട് വന്നാൽ കഴിഞ്ഞാൽ സിപ്പ് മോഡാവും. നമുക്ക് 2 മോഡുണ്ട് വണ്ടിക്ക് വരുന്നുണ്ട്. എക്കോ മോഡിൽ നമുക്ക് മാക്സിമം റേഞ്ചിങ് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് പവർ അത്യാവശ്യം കുറവായിരിക്കും, 50-55 കിലോമീറ്റർ സ്പീഡ് കയറത്തുള്ളൂ. സിപ്പ് മോഡാകുമ്പോൾ നമുക്ക് ഒരു 80 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് കയറും. പിന്നെ നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആളുടെ പേര് കാണിക്കും. നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. പിന്നെ ഓട്ടോ ഹോൾഡ് എന്ന് ഫീച്ചറുണ്ട്. കയറ്റമൊക്കെ വരുമ്പോൾ നമുക്ക് വണ്ടി ഹോൾഡായിട്ട് നിൽക്കും, വണ്ടി ബാക്കിലോട്ട് പോകത്തില്ല, അങ്ങനെ ഫീച്ചറുണ്ട്. പിന്നെ ഓട്ടോ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ഉണ്ട്. ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ, പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ചേസ് നമ്പർ കാണിക്കും, പുതിയ വേർഷൻ കാണിക്കും. വണ്ടി ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ദൂരെ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോവുക, അങ്ങനെ നമുക്ക് വണ്ടി ഷട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസത്തിന് ചാർജ് നിൽക്കും വണ്ടിയിലായിട്ട്, വണ്ടി ചാർജ് ഇറങ്ങി പോകത്തില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ RT ബുക്ക് ലൈസൻസ് ഒക്കെ അപ്ലോഡ് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും, വണ്ടി കാണിക്കും. പിന്നെ നമുക്ക് സെറ്റിംഗ്സ് എടുക്കണം. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ ഇതാണ് ട്വിസ്റ്റ്. ഇതൊക്കെ നമ്മൾ ഈ പിക്ചറൊക്കെ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്, അപ്പോഴേ അതൊക്കെ വർക്ക് ആകത്തുള്ളൂ. ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് പോകുമ്പോൾ ആക്സിലേറ്റർ മുമ്പോട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ സ്ലോലി ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് മാജിക് ട്വിസ്റ്റ്. പിന്നെ മഴയത്ത് സ്കിഡ് ആയി കളിപ്പിച്ചുകൊണ്ട് ഈ സ്കിഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മഴയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ബാക്ക് ടയർ മാക്സിമം ഗ്രിപ്പ് കൊടുക്കും. അപ്പൊ ആ സമയത്ത് ഒരു ടയർ കറങ്ങുമ്പോൾ ഒരു പിടുത്തം വന്നേ കറങ്ങത്തുള്ളൂ. അതാണ് സ്കിഡ് കൺട്രോൾ. പിന്നെ ഓട്ടോ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ഉണ്ട്. പിന്നെ ഗൈഡ് മീ ഹോം ലൈറ്റ്സ്, താക്കോൽ ഇപ്പോൾ ഓഫ് ചെയ്ത് ഊരിയാലും ഹെഡ്ലൈറ്റ് 15 സെക്കൻഡ് ഓണാക്കി കിടക്കും. അതാണ് ഗൈഡ് മീ ഹോം ലൈറ്റ്സ്. പിന്നെ സ്മാർട്ട് ടക്ക് മോഡ് ഉണ്ട്. പിന്നെ ഇൻകോമിൻറ്റോ, ഇതൊരു ലോക്ക് മോഡാണ്, നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇടാൻ പറ്റത്തില്ല. പിന്നെ ഓട്ടോ ഹോൾഡ്, കയറ്റം വരുമ്പോൾ വണ്ടി ഹോൾഡായിട്ട് നിൽക്കും. കോസ്റ്റിംഗ് റീജൻ, വണ്ടിയുടെ റേഞ്ച് കൂടാനുള്ള ഫീച്ചറാണ് കോസ്റ്റിംഗ് റീജൻ. പിന്നെ ഫോൾ സേഫ് ഉണ്ട്. 60 ഡിഗ്രി താഴെ വണ്ടി കഴിഞ്ഞാലും വണ്ടിയുടെ മോട്ടർ തന്നെ കട്ട് ഓഫ് വെക്കും. 4 വന്ന് വണ്ടി എണ്ണിപ്പിച്ചാൽ ആക്സെപ്റ്റ് കൊടുത്താൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഫീച്ചർ. ലാംഗ്വേജ് ഉണ്ട്, ലൈവ് ലൊക്കേഷൻ ഷെയറിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ബ്ലൂടൂത്തുമായിട്ട് ഫോൺ നമുക്ക് വണ്ടിയിൽ കണക്ട് ആകാൻ പറ്റും. അങ്ങനെയുണ്ട്, നമ്മുടെ വണ്ടിയിൽ ലൊക്കേഷൻ അറിയാൻ പറ്റും, നിയർ ബൈ ചാർജ് പോയിന്റ്സ് അറിയാൻ പറ്റും. നമ്മുടെ ഫോൺ കണ്ട് ചെയ്താൽ ആരൊക്കെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് എവിടെ കൊണ്ടുപോയി, എത്ര ദൂരം പോയി, എല്ലാം അറിയാൻ പറ്റും. നമുക്ക് സേഫാണ്, നമുക്ക് വിശ്വസിച്ച് ആർക്കെങ്കിലും വണ്ടി കൊടുക്കാം. പിന്നെ നമുക്ക് ആപ്പ് ത്രൂ നമുക്ക് എവിടെയൊക്കെ ചാർജസ് ഉണ്ടെന്നെല്ലാം കാണിക്കും. നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും ഇല്ലാത്ത ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് ഏതെല്ലാം ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. നമുക്ക് ദൂരെ എല്ലാം പോയാൽ നമുക്ക് പെട്ടുപോകത്തില്ല. കാരണം എവിടെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ എല്ലാം നമ്മൾ ഏത് സപ്പോർട്ട് ചെയ്യും. കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഫാസ്റ്റ് ചാർജ് വരുമ്പോൾ ഓൾമോസ്റ്റ് 1 മിനിറ്റ് 1 രൂപ പ്ലസ് GST അതിന്റെ എമൗണ്ട് വരുന്നത്. 10 മിനിറ്റ് കുത്തിയാൽ 10 രൂപ പ്ലസ് GST, ആ ഒരു എമൗണ്ട് കള്ളം വരുന്നുണ്ട്. നമുക്ക് ഫാസ്റ്റ് ചാർജ് ഇപ്പൊ നിലവിൽ 80% വരെ ചാർജ് കയറത്തുള്ളൂ. അത് ലോക്കാണ്. അതിന്റെ അപ്പുറം പുതിയ ഒരു ഗ്രിഡ് ലോഞ്ച് ആയിട്ടുണ്ട്, നമുക്ക് ഇവിടെ വന്നിട്ടില്ല. അപ്പൊ 100 വരെ കയറുന്ന ഗ്രിഡ് വരുന്നുണ്ട്, ഇവിടെ ലോഞ്ച് ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിലവിൽ 80% ചാർജ് കയറും. നമുക്ക് ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ ഗ്രിഡ് കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് കാണിക്കാം. പിന്നെ നമ്മുടെ ആപ്പ് ത്രൂ എല്ലാം വാറണ്ടി ഡീറ്റെയിൽസും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നമ്മുടെ ആപ്പിൽ എല്ലാം ഉണ്ട്. വണ്ടിയുടെ ബാറ്ററി വാറണ്ടി വരുമ്പോൾ 5 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ ബാറ്ററി വാറണ്ടി ഉണ്ട്. നമ്മൾ 5,000 രൂപ കൂടുതൽ അടച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ ബാറ്ററി വാറണ്ടി ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. ബെൽറ്റിന് 20,000 കിലോമീറ്റർ ബെൽറ്റിന് വാറണ്ടി ഉണ്ട്. പിന്നെ മോട്ടർ നമുക്ക് അകത്താണ്, മിഡ് മൗണ്ട് മോട്ടറാണ്. മോട്ടറിന് 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ മോട്ടറിന് വാറണ്ടി ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു അത്യാവശ്യം നല്ല വാറണ്ടി ആളുകളുള്ള വണ്ടിയാണ്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം. നമ്മുടെ ഷോറൂം വരുന്നത് ചെങ്ങന്നൂർ പ്രാഗൻകൂടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. സാരഥി ഇലക്ട്രിക് ബൈക്സ്. 450 ആണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത്. ഇതിൽ നമുക്ക് 4 വേരിയന്റ് വരുന്നുണ്ട്. 450 എസിൽ നമുക്ക് 2 വേരിയന്റ് വരുന്നുണ്ട്. അതുപോലെ 450 എക്സിലും 2 വേരിയന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതറിന്റെ ആദ്യത്തെ പ്രോഡക്റ്റ് നമുക്ക് 450 ആണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് 450 നമുക്ക് 2 ബാറ്ററി വരുന്നുണ്ട്, 2.7 3.7. ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റർ ലോഡി കിട്ടുന്ന വണ്ടിയുണ്ട്. കമ്പനി 120 IDC പറയാം, നമുക്ക് 100 കിലോമീറ്റർ ലോഡി കിട്ടും. അടുത്ത മോഡല് കമ്പനി 161 IDC പറയാം, നമുക്ക് 130 കിലോമീറ്റർ ടൂ റേഞ്ച് ലോഡി കിട്ടും. നമുക്ക് നല്ല പെർഫോമൻസും കാണാൻ നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയ ഓപ്ഷൻ 450. കാരണം നല്ല ലോങ് പോകുന്നവർക്കൊക്കെ നല്ല പറ്റിയ ഓപ്ഷനാണ് 450. നമുക്ക് 450 ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് ഒരു 161 ഓൺ റോഡ് വരുന്നുണ്ട്. 100 കിലോമീറ്റർ റോഡി കിട്ടും. കമ്പനി 125 പറയാം. അതാകുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് മീറ്റർ ആണ് ബേസ് മോഡൽ വരുന്നത്. കടലയുമ്പോൾ ചാർജ് കാണിക്കും. അത്യാവശ്യം ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഇതിന്റെ ബേസ് റേഞ്ച് കൂടിയ വണ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് 175 അടുത്ത് ഓൺ റോഡ് വരുന്നുണ്ട്.
നമുക്കൊരു 130 കിലോമീറ്റർ ഓടി കിട്ടും. കമ്പനി 160 പറയാം. നമുക്ക് സെയിം ബേസിക് ഫീച്ചേഴ്സ്. എക്സ് വരുമ്പോൾ കുറച്ചൊരു പെർഫോമൻസ് പവറുള്ള വണ്ടിയാണ്. ട്രാക്ഷൻ കൺട്രോളും മാപ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എക്സിൽ. എക്സ് ആകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 180 വരും. 100 കിലോമീറ്റർ ഓടി കിട്ടും. കമ്പനി 125 പറയാം. പിന്നെ ടോപ്പ് വരുമ്പോൾ 50X സെറ്റാകുന്ന ടോപ്പ് മോഡലുണ്ട്. അതാകുമ്പോൾ നമുക്ക് 195 ഓണർ വരുന്നുണ്ട്. 130 കിലോമീറ്റർ ഓടി കിട്ടും. കമ്പനി 160 പറയാം. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, മാപ്പ് ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്, പിന്നെ മാജിക് ട്വിസ്റ്റ് ഉണ്ട്, ആക്സിഡന്റ് തിരിച്ചാൽ ബ്രേക്ക് എന്ന ഫീച്ചർ ഉണ്ട്, എല്ലാ ഫീച്ചറും ഉണ്ട്. 50X ആകുമ്പോൾ കുറച്ചൊരു സ്പോർട്ടി വണ്ടിയാണ്. ഓൾമോസ്റ്റ് ഒരു അലൂമിനിയം ചേസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. ഫ്രണ്ട് ബാക്ക് ഡിസ്ക് വരുന്നുണ്ട്. നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ലോങ് ഓടുന്നവർക്ക് പറ്റിയ ഓപ്ഷനാണ് 50X. ഒന്ന് നോക്കണം, നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് ബാറ്ററി വാറണ്ടി നമുക്ക് 8 വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി വരുന്നുണ്ട്. 5 വർഷം അല്ലെ 60,000 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ട്. പ്ലസ് 5,000 രൂപ കൂടുതൽ അടച്ചാൽ 8 വർഷം അല്ലെ 80,000 കിലോമീറ്റർ ബാക്കി ബാറ്ററി വാറണ്ടി ആക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ഓൾമോസ്റ്റ് വണ്ടിയുടെ ഫീച്ചേഴ്സ് വരുന്നത്. നമ്മുടെ ഈതറിന്റെ സർവീസ് സെന്റർ ആണ്. നമുക്ക് ഇവിടെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ്. നമുക്കുള്ളത് ട്രെയിൻഡ് ടെക്നീഷ്യൻസ് ആണ്. നമുക്ക് വാറന്റിക്ക് പാർട്സ് മാറാനും എല്ലാം അവൈലബിൾ ആണ്.